ഉം. ആഹ്. അത്രേള്ളൂ, അത്രേള്ളൂ. അത്രേ ജയ് 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 എസ്‌വിഐ. എസ്‌വിഐ. ജയ് ജയ്. ഇറ്റ്സ് എസ്‌വിഐ പിക്ചേഴ്സ്. അത്രേള്ളൂ, അത്രേള്ളൂ. എന്താ ചാറ്റ് പോത്തെ എസ്‌വിഐ എന്നൊക്കെ പറയണേ? SVA അതെന്താ? അറിഞ്ഞൂടാ എന്തോ വിഐ ആരോ ഗ്യാങ് തുടങ്ങാൻ പോണെന്നാ. ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമുക്ക് ഡിസ്കോഡ് ട്രോൾസ് അങ്ങ് നോക്കി അങ്ങ് തുടങ്ങാം ഇന്ന്. വൈറ്റി ട്രോൾസ്. നിർത്തിക്കോ. എസ്‌വിഐ സ്പാം നിർത്തിക്കോ. Day 1 India vs USA. ऐसा है, दुखी मत हो भाई, नहीं बहना, ठीक है। इट्स अ लॉन्ग टूर्नामेंट, मौका कभी भी आ सकता है। It's all the way for 6. They will cheer, they will jump in the stands. Easy pickings, this. And this is what he says he's about. He is having one heck of an evening. Sanju special, Samson. ആ സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ ലെഗ് സൈഡിൽ അടിച്ചത് 6 ഉണ്ടല്ലോ ഗൈസ്. അതായിരുന്നു ഈ ഇന്നിങ്സ് ഇത്രയും കണ്ടെങ്കിലും ആ 6ന്റെ അത്ര രോമാഞ്ചം വേറെ ഒന്നിനും ഉണ്ടായിരുന്നില്ല. ആ ലെഗ് സൈഡിൽ ഉണ്ടായിരുന്ന ആ ഒരു 6 ഉണ്ടല്ലോ എന്റെ Darling boy from Kerala, he has made it count for the country today. It's been a classy innings in a big match. Everything he touches tonight turns to gold for Sanju Samson. ഓ സോഷ്യൽ മീഡിയ മൊത്തം പുള്ളിയാണ് ഇപ്പൊ സത്യം പറഞ്ഞ. Guys, കത്തിച്ചങ്ങ്. Have your friend look at you when the teacher gets serious? my son died. I've been going for the last 2 weeks grieving. I hope none of you ever go through the loss of a loved one like I have. Toby was a great kid, even with all his disadvantages. നമ്മളെ പിടിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ വേറെ കുറെ ഉണ്ടോ ചേട്ടാ. നമ്മള് വല്ല സെമിനാറോ കോപ്പോ വല്ല എടുക്കാൻ പോകുമ്പോ പ്രസന്റേഷനുമായിട്ട് അവിടെ നിക്കുമ്പോ ഇരുന്ന് കോക്കറിയും കാണിച്ച് കയ്യിന്ന് കളഞ്ഞ് വായിലിരിക്കുന്നത് മേടിച്ചു തരും. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് കേട്ടാ. എന്തേലും പോയി നമ്മളാണെങ്കിൽ ഇവരെ കാണുമ്പോ ചിരിച്ചും പോവും. അതൊരു വല്ലാത്ത അവസ്ഥ. അത് ഫേസ് ചെയ്തിട്ടുള്ളവർക്ക് ആളെ കണ്ടുപിടിച്ചു. ആളെ കണ്ടു നല്ല പരിചയം. പണ്ടത്തെ ടിക്ടോക്ക് കാലഘട്ടം. ഇതെല്ലാം എന്റെ റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ ബാംഗ്ലൂര്. പ്രായത്തിന്റെ ഓരോരോ ഞാൻ ഈ ഫ്രെയിമിൽ തലാടാ വേറെന്താ ഒരു തലയാറിയാണത്. ഞാൻ ഈ ഫ്രെയിമിൽ ഇവിടെ ഇത് ഏയാണെന്ന് പറഞ്ഞ രക്ഷപ്പെടണം. ഇവരിപ്പോഴും അനുഭവിക്കലത്. കായ് കൊണ്ടെടുത്ത പുള്ളി ഒരുപാട് അനുഭവിക്കുന്നത്. എടാ ആൽബിന് നിന്റെ കല്യാണം കഴിഞ്ഞു കളിയാ. പേരും പറഞ്ഞ് എന്നോട് നീ ക്ഷമിക്കണ ആൽബിനെ. പുരുഷന്റെ കല്യാണം കഴിഞ്ഞു, ആൽബിന്റെ കല്യാണം കഴിഞ്ഞു ഓർമ്മയില്ല. എന്റെ അളിയാത് ഇപ്പൊ നാട്ടുകാരും കണ്ടു കേട്ടാ. അയ്യോ എല്ലാം തകർത്ത്. അതങ്ങോട്ട് പോവുകയും ചെയ്തില്ല. ഇതെന്താ ശരിക്കും ബിവറേജ് സ്റ്റോക്ക് ബിവറേജിലുണ്ടാവില്ലല്ലോ ഇത്രയും സ്റ്റോക്ക്. എല്ലാം ഉണ്ട്. നോക്ക് ബ്രോക്കോഡ് മറ്റേ
അയ്യോ ഇതിന്റെ പേര് എനിക്ക് സത്യം പറഞ്ഞ അതിനെ പറ്റി നമുക്ക് അറിഞ്ഞൂടാ, അറിഞ്ഞൂടാ. എനിക്ക് കുറിച്ച് അറിയത്തില്ല. ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്താ ഇതാണോ അത്? ഇത് പെപ്സിയുടെ പെപ്സി സേവനപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൊക്കക്കോള അല്ലേ ഇത്? കൊക്കക്കോള അല്ലേ ഇത്? അണ്ണ 2 ഫുൾ കാണണേ. ഡെത്ത് കൗണ്ടിങ് സ്റ്റാർട്ട് ആണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഫോമില്ല. എന്റെ കേടി 1.7 എന്റെ കേടി മനസ്സിലായ 1.3 തല്ലുകൊണ്ട് ഇത് പറഞ്ഞതിന് ശേഷം തല്ലുകൊണ്ട് 1.4 എന്റെ കേടി ഇന്ന്. ഇന്നലെ ഒരു ചലഞ്ചിന് അതായത് പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ്. ഇന്നലെ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ട് ചലഞ്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. 12 മണിക്കൂർ സ്ട്രീമില് 10 ഡിന്നർ എന്നുള്ള ഒരു ചലഞ്ച്. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ ഡിന്നർ അടിക്കണത് 9ാമത്തെ മണിക്കൂറില. അപ്പൊ എനിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി ഇത് നമ്മളെ കൂടെ നടക്കുന്ന കേസല്ലത്. അപ്പൊ തന്നെ ലൈവും കട്ട് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പഴേ എണ്ണീറ്റത്. എന്ന് പറഞ്ഞ് പ്രോ കളികൾ മാത്രമേ നിനക്ക് കാണാൻ പറ്റുള്ളൂ. തുടിക്ക് പ്ലക്ക് കണ്ടാ മതി. ഇന്നത്തെ കളി കണ്ടോ നീയൊക്കെ? ഇന്നത്തെ കളി കണ്ടോ? എല്ലാരും കണ്ടോ? ഞാൻ ഈ ഇടയ്ക്ക് രഘുലിനെ പോലെ ആവുന്നുണ്ട്. തല്ല് മേടിക്കുന്നതിന് മുമ്പ് മാസ് അടിക്കും. ഇനി ഞാൻ മാസ് അടിക്കാതെ പോയി തല്ല് മേടിച്ചോളാം കേട്ടാ. ഞാൻ ആ പാഠം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ കളി സൗണ്ട് കേട്ടോ തരുമോ പ്ലീസ്? തുടിക്ക് പ്ലക്ക് വന്ന് നോക്കൂ റൈറ്റ് കോർണറില് യു ആർ അണ്ടർ CCTV സർവൈലൻസ്. നീ നോക്ക എടുത്ത് നൈസ്. ചത്തളിയാ വിട്ട് മോനെ ഇവിടെ ചിരിച്ചവന്മാരൊക്കെ ഇല്ലേ? ഈ കളി മുന്നറിൽ തന്നെ അങ്ങ് തുടങ്ങുവാ ഞങ്ങള്. കുറച്ച് റിക്കോൾ ശരിയാക്കി ഷെൽട്ടറിനകത്തോട്ട് ഇറങ്ങട്ടെ. അല്ലല്ല ഷെൽട്ടറിനകത്ത് ഇറങ്ങണ്ട. ഷെൽട്ടറിനകത്തൊക്കെ അറിയാൻ ചത്തു പോകുന്നത്. ഇവിടെ വാ. ഇതൊക്കെ സത്യം പറഞ്ഞല്ലോ. ഞാൻ ഈ റീൽസ് ഇതിലുള്ള റീൽസ് ഇമ്പാക്ട് ആണ് എന്റെ. റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോ ഗ്യാസ് ക്യാൻ വെക്കുക, ആ ഗ്യാസ് ക്യാൻ അടിച്ച് പൊട്ടിക്കുക, അതിൽ എനിമിയെ നോക്കാക്കുക. അതായിരുന്നു എന്റെ പ്ലാൻ. എന്റെ മനസ്സിൽ കൂടെ ഒരുപാട് കാൽക്കുലേഷൻസ് പോയി. ഞാൻ കറക്റ്റ് ആയിട്ടൊരു ക്യാൻ അവിടെ പ്ലേസ് ചെയ്യും കേട്ടോ. ഇത് കേട്ടോ, ഇത് ഇവിടെ കറക്റ്റ് ഒരു ഗ്യാസ് ക്യാൻ പ്ലേസ് ചെയ്യും. അതൊക്കെ എന്റെ ഐഡിയ കേട്ടോ. ഈ ഗ്യാസ് ക്യാൻ ഇവിടെ വെച്ചു ഞാൻ അവിടെ പോയി. കഷ്ടപ്പെട്ടത് വെറുതെ എനിക്ക് വിഷയമായിരുന്നു. പക്ഷെ ഗ്യാസ് ക്യാനിൽ മാത്രം ഒരു വെടി പോലും കൊണ്ടില്ല. அது முன்னாடியே ஒரு 3 புல்லட்ல 2 புல்லட் சுட்டு வைக்கணும் பிரதர். കോച്ച് അത് മൂന്നാമത്തെ പിള്ളേർ പൊട്ടിത്തെറിക്കും. അത് റീലിൽ പറഞ്ഞില്ല കോച്ച്. ഇത് അയൺ സൈഡിൽ ഇത് കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കാണാൻ പറ്റും മനുഷ്യര്? ഞാൻ ഒരു ഗ്യാസ് ക്യാൻ എടുത്ത് വെച്ചിട്ട് അത് പൊട്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ ഗ്യാസ് ക്യാനിൽ ബുള്ളറ്റ് കൊണ്ടില്ല. ഇതെല്ലാം എനിക്ക് അടുത്ത കളി എനിക്ക് കളിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാ. എന്റെ പൊന്നോ വേണ്ട. ഞങ്ങളുടെ ലേറ്റ് നൈറ്റ് ഒരു കുറച്ച് പബ്ജി ഓഡിയൻസ് ഉണ്ട്. ഒരു 10,000-2,500 പേര്. അവർക്ക് അറിയുള്ളൂ ഇതിന്റെയൊക്കെ ഇമ്പാക്ട്. ഒരു സാധനം കാണിച്ചു തരാം. ജെമിനി, എനിക്ക് എന്റെ കാറ് വാഷ് ചെയ്യാനുണ്ട്. അപ്പോ എന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഒരു കാർ വാഷ് സെന്റർ ഉണ്ട്. അപ്പൊ ഞാൻ കാർ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണോ അതോ ഞാൻ നടന്നു പോകണോ? 100 മീറ്റർ എന്ന് പറയുമ്പോ അത് നടന്നു പോകാൻ പറ്റുന്ന ദൂരമല്ലേ ഉള്ളൂ. കാറെടുത്ത് പോകേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. നടന്നാൽ കുറച്ച് വ്യായാമവും ആക്കുമല്ലോ. എനിക്ക് കാറ് കഴുകണം, കാറ് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. അതെ, കാറ് കഴുകണമെന്നറിയാം. പക്ഷെ 100 മീറ്റർ ദൂരത്തേക്ക് കാറ് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നടന്നാൽ പെട്ടെന്ന് എത്താമല്ലോ. പെട്ടെന്ന് എത്താൻ പറ്റും, പക്ഷെ എന്റെ കാർ അവിടെ എത്തിയാലല്ലേ അവർക്ക് കഴുകാൻ പറ്റുള്ളൂ. അത് ശരിയാണ്, കാർ അവിടെ എത്തണമെന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ 100 മീറ്റർ ദൂരം കാർ ഓടിച്ചു പോകണോ അതോ നടന്നു പോയി
പോയിട്ട് കാർ പിന്നീട് കൊണ്ടുവന്നാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അതെ അതെ. അപ്പൊ ഞാനൊരു ഓട്ടോ വിളിച്ച് പോണതിനെ പറ്റി എന്താ അഭിപ്രായം? ഓട്ടോ വിളിച്ച് പോയിട്ട് കാർ വാഷ് ചെയ്യാൻ പോയാൽ അത് ഒരു ലാഭകരമായ ഓപ്ഷൻ ആണോ? നടക്കാൻ പറ്റൂലെങ്കിൽ ഓട്ടോ വിളിക്കുന്നത് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ കാർ ഓടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഓട്ടോയിൽ പോകുന്നതാണ് കൂടുതൽ സൗകര്യം. guys, people are saying AI is replacing human. ജെമിനിയൊക്കെ തള്ളക്കി വിളിക്കണല്ലേ, നീ വേണം കൊണ്ടുപോടാ. അത് ശരിക്കും പറഞ്ഞല്ലേ, ഈ ആണേലും എന്താണേലും മനുഷ്യൻ ഫീഡ് ചെയ്യാതെ ഒന്നും അതിലേക്ക് എത്തത്തില്ല. ഞാൻ യേശു കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയ കൊള്ളായിരുന്നു. അല്ല കുളി പതിവില്ലാന്ന് പറഞ്ഞു. അതെന്റെ വടി ഒന്ന് പോളിഷ് ചെയ്യണം. വടിയോ? വടി എന്റെ പണിയായതും. ഇതെന്ത് കോലാണത്? കോലോ? വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയ മേക്കപ്പാ. എന്തിന്? എന്റെ ചെസ്റ്റിലേക്ക് നോക്കി ടൊയ്നൂല് അല്ല എന്റെ പൂണൂല്. ഓണാമ്പര സംഘടിപ്പിച്ച സെയിം കളർ റെഡ്. ഇതേ കാണണം. ഇത് കുഴപ്പാവൂട്ടാ. എന്നാ പച്ചയുണ്ട് ഗ്രീൻ. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ കുരിശല്ലോ കർത്താവേ. ആഹാ, കുരിശും കർത്താവ് നല്ല താറ നമ്പൂതിരി ഭാഷ. ഭാഷ തറയാണെങ്കിലും ഫുൾ ടൂൾസ് ആയിട്ടാ വന്നിരിക്കുന്നത്. ടൂൾസാ? കബഡി 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 അല്ല കബഡി. എന്ത് വാഴക്കടകളായിട്ട് അതും ചെസ് കളിക്കുന്ന പലയൊക്കെ ഉണ്ട്. ഈ പടത്തിന്റെ പേരെന്താ? ശൃംഗാരവേല. അതാണ് വർമാജി. വർമ്മ ചേച്ചി. അയ്യേ ഓ എന്തൊക്കെയാ ഇത് കഴിഞ്ഞിട്ട് ഡയലോഗ് ഉണ്ട്. തലക്കുറി ആയിക്കോട്ടെ. തലക്കറി കഴിച്ചിട്ട് കുറച്ചു കാലമായിരിക്കണു. തമ്പുരാന്റെ നക്ഷത്രം മൂലം. അതെ, മുഖത്ത് എഴുതി വെച്ചിരിക്കണു. മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വെച്ചൊരു ശ്ലോകം ചെല്ല. വാവച്ചു വലിയൊന്നും തെറ്റും. പിന്നീട് മൂലം വെച്ചു വന്നു. തെറ്റും പിന്നല്ലേ മൂലം. ഇതൊക്കെ എന്തെങ്കിലൊക്കെ മാറാ മതി. പിടിവിടാത്ത എന്തൊരു സുഖം. വെറുതെ ജോത്സ്യന്മാര് ഇതിന് പിടിവിടാത്തത്. ഏതെങ്കിലും ഒരു മലയാള മാസം അത് പറഞ്ഞപ്പോഴാ ഈ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു സാമി പോലീസുകാർ കൊണ്ടുപോയിരുന്നല്ലോ. പുള്ളി ഇറങ്ങിയോ ജയിലിൽ നിന്ന്? ആണല്ലേ, ഇറങ്ങിയില്ലല്ലേ? അത് പാട്ടിയുടെ മാസല്ലേ, ചിങ്ങമാസത്തിന്റെ ഒരു ശ്ലോകം ചൊല്ലേ. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാകും. ആയുസിന്റെ കബടി. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായുസ. എന്തൊക്കെ സാധനങ്ങളാ ദൈവമേ. മൈക്കിൾ ജാക്സൺ തന്റെ മരണം ഫേക്ക് ചെയ്തതാണെന്നും മരണപ്പെട്ടു എന്ന് ഓൾറെഡി കണ്ട വീഡിയോ. Daily dose of artist. When artist paint is artist paint in unexpected ways. എന്താ മള്ളി അത് റിഫ്ലക്ഷൻ ആയിരുന്നത്. എന്താണയ്യ എന്ത് കഴിവാണത്. അയ്യോ കണ്ണു നോക്കടാ. എന്റെ ഇതൊക്കെ ഏത് ഏകല്ലേ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? ഒരാൾക്കും പറ്റൂല. എന്ത് എല്ലാം കളറിയില്ല, നമ്മളൊന്ന് കാറ് കളർ. മറ്റേ പാർട്ട് വേണം. ഞാനൊരു കാര്യം കാണിച്ചു നിങ്ങളെ. വണ്ടി കളർ ചെയ്തല്ല. ഞാനൊരു വണ്ടി പെയിന്റ് അടിച്ചായിരുന്നു. വണ്ടി കളർ ചെയ്തോ അടിപൊളി സാധനം. നമ്മള് നാളെ പ്രിന്റ് ഔട്ട് ചെയ്ത് ഇത് ഞാൻ മിക്കവാറും ഇപ്പൊ ഈ അടുത്ത് ലേലത്തിന് വിൽക്കും.
ഹാൻഡ് പ്രിന്റഡ് ആണ്. മൊത്തത്തിൽ കറക്കി പടിഞ്ഞു വന്നപ്പോ വണ്ടിയുടെ ഡിക്കിക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. പക്ഷെ ഇത് ഹാൻഡ് പ്രിന്റഡ് ആൻഡ് ലൈക്ക് അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ്. കണ്ടോ ഇത് കണ്ടോ, ചെറിയ ഇതെല്ലാം ഞാൻ വരച്ചതായിട്ടുണ്ട്. ഇത് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത ഓപ്ഷൻ വെക്കാൻ പോവാണ്, മനസ്സിലായ? അതൊക്കെ മേടിക്കാൻ ആൾക്കാരുണ്ടേ. ഇത് പാർട്ട് 2 ആണെന്നോ? പാർട്ട് 2 ആണോ ഇത്? എന്നാ കാണാൻ. മൈക്കിൾ ജാക്സൺ തന്റെ മരണം ഫേക്ക് ചെയ്തതാണെന്നും മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം തന്നെ CNN-ന്റെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ജാക്സന്റെ മരണത്തെ അനുശോചിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഡേവ് എന്ന ഫ്രണ്ടിന്റെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കോൺസ്പിറസി തിയറി. അത് പൂർണ്ണമാകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം, പ്രത്യേകിച്ച് ഇതിന്റെ മോട്ടീവ്, എന്തിന് ജാക്സൺ ഇത്തരം ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുത്തു എന്നുള്ളൊരു സംഭവം. സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ വാട്ട് ഇഫ് ദിസ് കോൺസ്പിറസി ഈസ് ട്രൂ എന്നൊരു സ്കൂൾ ഓഫ് തോട്ടിൽ വേണം കാണാൻ. സോ പ്രധാനമായിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഡെപ്ത് ആയിരുന്നു. കാരണം ആ സമയത്ത് 2008 കാലഘട്ടങ്ങളിൽ ഒരുപാട് സെക്ഷൽ അലിഗേഷൻസ് എന്നൊക്കെ പുറത്തു വന്ന് നല്ല ഡൗൺഫോളിലൂടെ, ഫെയിം ആയാലും ശരി പെർസോണ ആയാലും ശരി, ഡൗൺഫോളിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു. അക്കൗണ്ട്സ് പറയുന്നത് 2008 $500 മില്യൺ ആയിരുന്നു കടം. നമ്മൾ ഇപ്പോഴത്തെ കാലത്തേക്ക് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 12,000 കോടി രൂപ കടം. ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുന്ന ഷോ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചത് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ബാക്ക് ടു ബാക്ക് ഷോസ് ആണ്. അതൊരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കുറച്ചെങ്കിലും കടം വീട്ടാനുള്ള. പക്ഷേ ദിസ് ഇസ് ഇറ്റ് എന്നുള്ള കോൺസേർട്ട് എത്ര സക്സസ്ഫുൾ ആയാലും ഈ പറയുന്ന ഒരു തുക അടച്ചെടുക്കാൻ മാത്രമുള്ള ഒരു റവന്യൂ അതിൽ നിന്ന് കിട്ടുമായിരുന്നില്ല. ആ സമയത്ത് MJ ഇല്ലാതായാൽ ദ ബ്രാൻഡ് ബിക്കംസ് ഇറ്റേണൽ. ഇനി മരണവാർത്ത പുറത്തു വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു നോക്കാം. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ്. ഏകദേശം $30 മില്യൺ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ MJ എന്ന ബ്രാൻഡിന്റെ വാല്യൂ എക്സ്പോണൻഷ്യലി കൂടി. അതായത് മ്യൂസിക് കാറ്റലോഗ്, പ്രോപ്പർട്ടീസ്, ആർട്ടിഫാക്ട്സ്, കോസ്റ്റ്യൂംസ്, ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും, ഈവൻ ഓപ്ഷൻ മാർക്കറ്റിൽ മൈക്കിളിന്റെ പ്രസൻസ് ഉള്ള എല്ലാ സംഭവങ്ങളും റേറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് കമോഡിറ്റീസ് ആയി. അല്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഗൈസ്, ഈ ലൈഫ് ഇൻഷുറൻസ് ഇല്ലേ, നമ്മുടെ ഫെയിമും പ്രൊഫഷനും മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അതിന്റെ വാല്യൂ കൂടുതലായിട്ട് കിട്ടുമോ? അതല്ലേ, അതാ ഞാൻ എല്ലാവർക്കും ഒരേപോലെ അല്ലേ കിട്ടും? തിരിച്ചു വന്നാലും ആ പൈസ അടക്കണ്ട. പിന്നെ തിരിച്ചു വന്ന കേസല്ലേ, അപ്പൊ ഇൻഷുറൻസുകാരൊക്കെ ലൈഫ് ഇൻഷുറൻസുകാർ കേസ് കൊടുക്കൂലേ? ഇൻകം പോലെ ആണെന്നോ? ഇത് മെസ്സിയുടെ മെസ്സിയുടെ ലെഗിന് മാത്രം 900 CR ഉണ്ട്. മെസ്സിയുടെ ലെഗിന് 900 CR ഇൻഷുറൻസോ? പൂടാ, അവരുടെ മെയിൻ സാധനല്ലേ ലെഗ് എന്ന് പറയുന്നത് ഫുട്ബോളുകാരുടെ. അതെനിക്ക് പുതിയ അറിവാണ്, സത്യമായിട്ട് എനിക്ക് പുതിയ അറിവാണ്. മാറി ഗ്ലൗസ് വിറ്റ് പോയത് മറ്റേ വിരലിന് കീബോർഡിൽ മൗസിൽ ചെക്കാന്ന് പറഞ്ഞിട്ടില്ലേ, വിരലിന് വേണമെന്ന് പറ. 50 രൂപ തരാന്ന് പറയാൻ ചെല്ലുമ്പോ $4 ലക്ഷം. പിന്നെ മ്യൂസിക് ലൈസൻസിങ് ഈ ഫേക്ക് ഓഫ് ദ റേറസ്റ്റ് കമോഡിറ്റീസ് ആയി മാറി. ഗ്ലൗസ് വിറ്റ് പോയത് $4 ലക്ഷം. പിന്നെ മ്യൂസിക് ലൈസൻസിങ് ഈ ഫെയിമും പെർസോണയും ഡൗൺ ആയി നിൽക്കുന്ന എലിഗേഷൻസ് ഒക്കെ കാരണം ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വാല്യൂ അല്ല ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് തന്നെ $600 മില്യൺ പകുതി കാറ്റലോഗ് സോണി മ്യൂസിക് മേടിച്ചത്. അങ്ങനെ 2009 $500 മില്യൺ കട ഉണ്ടായിരുന്ന മൈക്കിൾ ജാക്സൺ എന്ന ബ്രാൻഡ് 2024 എത്തിയ സമയത്ത് $2 ബില്യൺ ആസ്തിയുള്ള ബ്രാൻഡായിട്ട് മാറി. ഇപ്പോഴും $100 മില്യൺ ആണ് പെർ ഇയർ റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡ്. ജാക്സൺ ഇനി ഇല്ല എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉള്ള ഓരോ സംഭവങ്ങളും ലിറ്ററലി ഡയമണ്ട് ആയി മാറി. ബിക്കോസ് കാസിറ്റി ക്യാൻ ടേൺ ഈവൻ സാൻഡ് ഇൻ ടു ഗോൾഡ്. ഇനി പേഴ്സണൽ മോട്ടീവിനെ വ്യക്തമാക്കുന്ന കുറെ സംഭവങ്ങളും പ്രസ്താവനകളും ഒക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് ഇന്റർവ്യൂകളിലൊക്കെ ഇമാജിൻ ജോണി സിൻസ് എന്ന് സത്യല്ലേ, എനിക്ക് സ്പോട്ട് ലൈറ്റ് മടുത്തു എന്ന് പറയാം. പിന്നെ ഐ ആം ദി മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളുടെ അടുത്ത് കൂടെ പോയാലും നിങ്ങൾ എന്നെ തിരിച്ചറിയില്ല. അങ്ങനെ ഒളിച്ച് ജീവിക്കാനൊക്കെ ഉള്ള ഒരു ടാലന്റ് എനിക്കുണ്ട്. പിന്നെ പല കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ മൈക്കിൾ ജാക്സൺ എന്ന ബ്രാൻഡ് അദ്ദേഹത്തിന് തന്നെ ഒരു ഭാരമായി മാറി എന്നുള്ള പോലത്തെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആ സമയത്ത് പുറത്തു വിട്ടിരുന്നു. ഇനി പേഴ്സണൽ മോട്ടീവും ഫിനാൻഷ്യൽ മോട്ടീവും കഴിഞ്ഞ് പിന്നെ എനിക്ക് പേഴ്സണലി ഈ ഡേവിന്റെ കേസ് പോലെ എനിക്ക് ഒരു 3 സംഭവങ്ങൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഇതിന്റെ തുടർച്ചയായിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇട്ടിടാം. ഇതപ്പോ ഇങ്ങനെ സീരിയൽ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പാർട്ട് 3 പാർട്ട് 4 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമെന്ന് തോന്നട്ടെ. അത്
ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മറ്റേ ബ്രൈറ്റ് ബോക്സ് റിയാക്ട് ചെയ്തില്ല ഈ ഫോട്ടോ ഒരിക്കലും എന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കരുത്. ചിലപ്പോ പുള്ളിക്കാരി ഫ്രെയിം ചെയ്താൽ എന്റെ വീട്ടിലൊക്കെ വെച്ച് കളയും. ഒരിക്കലും ഇത് എന്റെ അമ്മയുടെ അടുത്ത് എത്തരുത്. അത് മാത്രമാണ് എന്റെ പ്രാർത്ഥന. അടുത്ത കാണിക്കുകയും ആ ഫ്രെയിം പൂജിക്കാൻ എടുത്ത ഫോട്ടോ സംഭവം കോമഡിയാണ്. സംഭവം നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി, ക്യാരക്ടർ ക്വാളിറ്റി രണ്ടുപേരുടെ അടിപൊളിയായിട്ട്. ചിക്കൻ ബോക്സ് പിടിച്ചപ്പോ വരച്ചു തുടങ്ങിയത് ഓബിയോ ലൈക്ക് ദോസ്. കുറെ ഉണ്ടല്ലോ. വാപ്സിന്റെ വണ്ടി, ജെറ്റ്, മാവറിക്, സെൽട്ടോസ്, VM, ഇത് വന്ന് ഫോട്ടോ ഇട്ടല്ലേ? ടിവിയുടെ വണ്ടി. കൊള്ളടാ, നൈസ്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നല്ല ചേട്ടാ. സെറ്റാവും വരച്ച സെറ്റാവട്ടെ. ഈ വീഡിയോ ഇതാണ് കണ്ടത്. നീ ഇപ്പൊ കണ്ടത് വീഡിയോ അല്ലേ? കാട്ടിറങ്ങിയായിരുന്നു. നീ വരും നേരമായി നെഞ്ചിലെ കാന്തമാ പാദസു. അണ്ണാ അന്തേരിക്ക് ഇങ്ങ് കണ്ണാപ്പി അല്ലേന്ന്. മൈനസായി മൊത്തത്തില് താഴോട്ട് പോയി അങ്ങോട്ട്. കേട്ടു നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം. Now it's all memory. Remember this, you guys went on to challenge God's plan. ഇത് എംബാപ്പെ അല്ലേ? അല്ലേ? കഴിഞ്ഞ വേൾഡ് പുള്ളിയുടെ പേര് കാൽസ് ആണോ? എന്താണ് പുള്ളിയുടെ ക്ലാസ് ആണോ? അങ്ങനെ എന്തോ ഇല്ല. എന്തായിരുന്നു പേരൊക്കെ? ക്ലാസ്. രണ്ടുപേരും ആ സമയത്ത് പ്രശ്നമായിരുന്നല്ലേ? Send this to someone who needs to see it for the first time or thousand time. In 2017, Charles Leclerc lost his. ഇത് F1 വീഡിയോ ആണോ? വേണ്ട, നിങ്ങളല്ലാതെ കണ്ട ഒരു വട്ടം എന്നെ കൊണ്ടുപോയതാ. ചിലപ്പോ കിക്കുകാർക്ക് മറ്റേ F1 കാറൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ എന്നെ കൊണ്ടുപോകും ഒന്നുകൂടെ. ഷൗട്ടെക്സ് നീ വരയ്ക്കുവോടാ? AFK. സ്നൈപ്പ് ലൈവ് എന്ത് പറ്റി? അതൊന്നല്ല അവൻ ചെറിയൊരു RP എന്ന സ്നൈപ്പ്
അയ്യോ ഇത് എന്റെ മൂഞ്ചിക്ക് നടപ്പിയാ. എന്താടാ ആണാ ഈ കൊച്ചിനെ എന്റെ തലയടിച്ച് വെക്കാൻ നോക്കുക. നിനക്ക് വേണ്ടേ അപ്പൊ? എനിക്ക് വേണ്ട, ഞാൻ സിഗ്മയാ. കിട്ടണമെന്ന് പറഞ്ഞായിരുന്നു. എടാ ഉറപ്പല്ലേ നിനക്ക് വേണ്ടത്? ഉറപ്പല്ലേ? ആ ഉറപ്പാ. ഇല്ലല്ല, ഇത് അവൻ സെറ്റ് ആക്കുന്ന സ്നൈപ്പ് സെറ്റ് ആക്കുന്ന അല്ല, അവന് വേണ്ടിട്ടാ. ആണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്താ ഇന്നലെ ഒരു ശവ അഭിനയിച്ചതല്ലേ, ഇതൊന്ന് കഴിഞ്ഞല്ലോ. ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളു. നിനക്ക് വേണ്ടത് ഉറപ്പല്ലേ? ഞാൻ എടുത്തോട്ടെ. എന്തൊരു സീനൊക്കെയാണ് പറയുന്നത്. അയ്യോ Я пьяный молодой парень. ആളെ ഹാപ്പിയാണ്. ചെറുക്കനൊന്നും അറിഞ്ഞില്ല. എന്താ സംഭവം? ഇതുപോലെ ഈയിടയ്ക്ക് ഒരു റീൽസ് ഞാൻ കണ്ടായിരുന്നു. മറ്റേ വണ്ടി പറഞ്ഞെടുക്കാൻ അതിനകത്ത് ആൾക്കാർ രക്ഷിക്കാൻ ചെന്നപ്പോ അകത്ത് അജിനൊരു ബില്ല് കിടക്കണത്. അത് റീൽസിൽ കണ്ടില്ല നീ? അത് ഞാൻ വലിക്കുന്നുണ്ടേ. നീ വലിക്കുന്നത് എന്തിനാ? അവനോട് പെർമിഷൻ ചോദിക്കുന്നത്? നീ എവിടെ ഉള്ളേന്ന്? അതുകൊണ്ട് സ്ഥിരം പോണേണോ? നീ സ്പീഡിൽ ഞാൻ പയ്യാണ് പോയത്. പെരുമാതുറ മിൽമേലുള്ള സതീന്ദ്രനെ അറിയാമോടെ? CC കൂടി വണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്. നീ എവിടെ ഉള്ളടാ? മൂപ്പിക്കാൻ നോക്കിയ അടിച്ച് റെഡി ആയിക്കളെ. മിൽമേല് ജോലിയുള്ള സതീന്ദ്രനെ ചോദിച്ചാൽ മതി ഞാൻ ആരെന്ന് കേട്ടോ. എല്ലാടും ഇപ്പൊ കാട്ടാക്കടയാണ് സത്യം പറഞ്ഞ. അയ്യോ ഹലോ, നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ കാട്ടാക്കട എവിടെ ഉള്ള? കാട്ടാക്കട മെല്ലിട്ടക്കനെ മോഹൻ അറിയാമോ നിനക്ക്? കാട്ടാക്കട പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രനെ അറിയാമോടെ? നടന്നു വരുന്നു. കാട്ടാക്കട മെല്ലിട്ടക്കനെ മോഹൻ അറിയാമോ നിനക്ക്? മോഹന്റെ ചോദിച്ചാൽ ഞാൻ ആരെന്ന്. ദേവസേനോട് പറയണം, സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. അലങ്കൃത അവിടെ സ്പീഡിൽ വരെയായിരുന്നു. CC കൂടിയ വണ്ടികൾ എടുത്ത് എന്താ ഇത് മൊത്തം? നീ എവിടെ ഉള്ളടാ? കാട്ടാക്കട എവിടെ ഉള്ള? കാട്ടാക്കട ജോലിയുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രനെ അറിയാം. എന്താണ് കാരണം ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് കവർ ചെയ്തതാണ്. നൈസ് ബ്രോ. ഈ ഗൈസ് ഇതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടോ ഗൈസ്? ഇത് എന്ത് രസമല്ലേ കാണാൻ. ഇതിന്റെ വീഡിയോ എന്ത്, ആ പാട്ടിന്റെ വീഡിയോ കാണുന്ന എന്ത് ഭംഗിയാ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ മറ്റേ സുഷിൻ ശ്യാമിന്റെ റേ കണ്ടിട്ടുണ്ടോ സോങ്? അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇതിന്റെയാ. എന്ത് രസമായിട്ടാ ചെയ്ത് വെച്ചേക്കാന്ന് അറിയോ? കിട്ടില്ലോ, കണ്ടിട്ടില്ലാതെ കണ്ടു നോക്ക് കേട്ടാ. ഇതൊക്കെ ഞാൻ കണ്ടതാ. നീ എവിടെ ഉള്ളടാ? കാട്ടാക്കട എവിടെ? നീ കാട്ടാക്കട എവിടെ ഉള്ള? നീ കാട്ടാക്കട എവിടെ ഉള്ളത്? കാട്ടാക്കട ജോലിയുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രനെ അറിയാമോ? നീ കാട്ടാക്കട എവിടെ ഉള്ള? ഇതിപ്പോ എല്ലാ വീഡിയോ ഇത് തന്നെയാണ്.
നിന്റെ അല്ലേ? നിന്റെ വീഡിയോ എഡിറ്റിംഗ് ക്ലിപ്പായത്. ഇരുന്നല്ലേ തന്നെ, അല്ലാതെ ഒരു ദിവസം പോലും കാണാത്തവരാ. ഇപ്പൊ പോകട്ടെ ഇവിടുന്ന്. സമർപ്പണം. അവസാന ശ്വാസം വരെ സ്നേഹവും കരുതലും നൽകിയ സുനിലേട്ടന്റെ അനശ്വര സ്മരണയ്ക്കായി. ഇത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഏടു മാത്രം. 52 കരകൾക്കും അധിപനാണ് ഓച്ചിറ പരബ്രഹ്മം. അമ്പലമില്ലാതെ ആൽത്തറ മാത്രമുള്ള ഈ സന്നിധാനം ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നു. ഉത്സവം ഞങ്ങൾ ഓണാട്ടുകരക്കാർക്കൊരു ഹരമാണ്. ഓച്ചിറ 12 വിളക്ക് മഹോത്സവം എല്ലാ വർഷവും വൃശ്ചികം 1 മുതൽ 12 വരെ നടക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ കായംകുളം രാജാവും തിരുവിതാംകൂർ രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും അമ്പലത്തിന്റെ ഉത്സവമാണല്ലോ ഇത്രയും മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടത്തിപ്പോരുന്നു. ഞങ്ങൾ ഓണാട്ടുകരക്കാർ ആവേശത്തോട് കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ജാതി മതഭേദമന്യേ ഐക്യത്തോടും ഒത്തൊരുമയോടും ഞങ്ങൾ ആഘോഷമാക്കുന്ന ഞങ്ങളുടെ മാത്രം 28-ാം ഓണം. ലോകത്തിലെ ഏറ്റവും ചെറിയ നന്ദികേശൻ മുതൽ ആകാശം മുട്ടെ നിൽക്കുന്ന നന്ദികേശന്മാരിൽ 52 കരക്കാരും ഉറ്റുനോക്കുന്നത് അവന്റെ വരവിനെയാണ്. കാർമേഘത്തെയും ഭേദിച്ച് അവൻ വരും. ഓണാട്ടുകരയുടെ വജ്രായുധം, ഋഷഭകുല ശ്രേഷ്ഠൻ വജ്രതേജോമുഖൻ. കണ്ണുകൾ ഇനി അവന്റെ വർണ്ണാഭമായ വരവിനായി കാത്തിരിക്കുന്നു. കാണാം അവന്റെ ഓണം, 28-ാം ഓണം. കഴിഞ്ഞ വട്ടം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞ് ഇതിന്റെ ഹൈറ്റ് ഇത് എവിടെയെങ്കിലും തട്ടുവിലേത് കഴിച്ച് ചോദിച്ചു, അതെവിടെ തട്ടി മറിഞ്ഞു വീണ് അതിന്റെ റിയാക്ഷൻ വീഡിയോക്കകത്ത് എന്നെ തള്ളക്കി വിളിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടെന്നറിയോ കഴിഞ്ഞ വർഷം. ഒന്നും മിണ്ടണ്ട, അടിപൊളി. എന്തോ എനിക്ക് ഈഗിൾ ഗെയിമിങ്ങിനെ അറിയാം. ഈഗിൾ ഗെയിമിങ് അറിയാം. ആ എന്റെ ബ്രദറാണ്. റിയലി യെസ്. ആ എന്റെ ബ്രദറാണ്. ഇപ്പൊ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. സീരിയസ്ലി? ഓ രാത്രി ഇപ്പൊ ഓടാൻ ഇറങ്ങുന്നുണ്ട് ആൾക്ക്. എന്താ അറിഞ്ഞു ഇവനെ ഞാൻ എന്ത് ചെയ്യണോടാ ഇവനെ. നാളെ വിളിച്ച് കോളൊക്കെ ചെയ്തിട്ട് അത് ഒന്ന് വെച്ചിട്ട് പോകുന്നത് കണ്ടത് 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓടാൻ ഇറങ്ങും രാത്രി ഒരു 12 തിരിച്ചു വരും. ഒരു 2 hours ഇപ്പം റൺ ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഓടാൻ പോയേക്കാം. കാർഡിയോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയുടെ ഒരു ഇതാണ്, ഹാബിറ്റാണ്. ചില സമയത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓടാൻ പോകും. അത് ഇടക്കിടക്കുള്ള ചാടും. ചിലപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണോ അങ്ങനെ ഓരോ സമയത്ത് ഓരോരോ ഹോബീസ് ആണ് അണ്ണന്. അപ്പൊ ഇത് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കുട്ടിയെ ഓടാനൊന്നും ഇല്ല. ഞാൻ ജിം ഇന്നത്തെ ലൈവിലാണ് ഇത്. ഇന്നത്തെ ലൈവിലാണിത്. കണ്ടില്ല ഇന്നത്തെ അതിന്റെ കൂടെ ഏപ്പരാച്ചി ഇരിക്കുന്നുണ്ടാ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യണേ. ഐഡി പറഞ്ഞെടുക്കും. അണ്ണന്റെ ഡാൻസിന്റെ വെയിറ്റ് നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. പണ്ടിത് കാണാൻ പോകുമ്പോ എനിക്ക് പേടിയായിരുന്നു. ആ അടുത്തേക്ക് ഇതിനൊരു ഈ ചുറ്റി നിൽക്കുമ്പോ ഒരു വൈബ്രേഷൻ ഉണ്ട് അതിന്. എന്റെ പൊന്നോ കണ്ണാപ്പി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ഈ ഒമേഗുള്ള പെമ്പിള്ളാരോട് സംസാരിക്കാൻ എന്റെ പേര് യൂസ് ചെയ്യരുതെന്ന്. ഞാൻ യൂസ് ചെയ്തൊന്നുമില്ല. പിന്നെ ഇന്ന് ഓടാൻ പോയെന്ന് പറഞ്ഞ നിന്റെ അച്ഛൻ ഓടാൻ പോയാ? അത് കൃത്യമായിട്ട് എന്തെങ്കിലും ചെയ്തല്ലേ രാത്രി എണീറ്റ് ഓടുന്ന ഈ സമയത്ത് ആരെങ്കിലും ഓടാൻ പോവാ രാത്രി? എനിക്ക് തലയ്ക്ക് ഓടാന്ന് വിചാരിക്കൂലേ കൊച്ച്? എന്റെ അടുത്ത് ചോദിച്ചാ കൊച്ചി ഈ സമയത്ത് എന്താന്ന്.
ഓരോത്തന്മാര് തീപ്പെട്ടി ഉണ്ടോ? നമ്മളെ വിറ്റല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂടാ. നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? തീപ്പെട്ടി ഉണ്ടോ? പേടിപ്പിച്ചണ്ടാണോ തീപ്പെട്ടി വെക്കുന്നത്? എന്ത് പേടിക്കാനാണ്? ഈ റമദാൻ മാസം ഇങ്ങനെയാണ് തീപ്പെട്ടി വെക്കേണ്ടത്. ശൈത്താനെ വരെ പിടിച്ചു കെട്ടിടും. പിന്നെ നിങ്ങൾ ഇത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും ഇങ്ങനെ ചോദിക്കാവൂ. ഞാനൊന്നും പറയണ്ട മോനെ. ഇയാളോട് തീപ്പെട്ടി ചോദിച്ചാലും അയാളാകെ പേടിച്ച്. ആരോട്? അതാണ് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ തീപ്പെട്ടി ഞാൻ ഒപ്പിച്ചാലോ. അതല്ല, വീട്ടിൽ ചെല്ലുമ്പോഴേ രണ്ടുപേർക്ക് രണ്ട് കഥ പറയാനുണ്ടാവും കേട്ടാ. അയ്യോ എന്താണ് ഞാൻ Amor, no era amor, eso fue lo que dijiste tú, no era amor. നീ കാട്ടാക്കട എവിടെ ഉള്ളത്? എല്ലാത്തിന്റെ കമന്റ് സെക്ഷനിൽ ഇത് തന്നെയാണ് കേട്ടോ. സത്യം ഭയങ്കര ഇതായി പോയേട്ടാ. ഫ്രണ്ട് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചെയ്തു നോക്കാം. ഇത് ഞാൻ കണ്ട ഈ വീഡിയോ. അപ്പൊ പിന്നെ നമുക്ക് ഇതെന്താ ഇത് കൊള്ളാലോ. ഇത് പക്ഷെ ഒരു കൊറിയൻ ടച്ച് ആയി പോയില്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോർഡ് ട്രോൾസ്.